നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതം ആനന്ദകരമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാം. ജീവിതം എന്നത് വളരെ വലിയൊരു ആശയമാണ്. ശാസ്ത്രം, തത്വചിന്ത, ആത്മീയത, വ്യക്തിജീവിതം എല്ലാം ചേർന്നൊരു അനുഭവയാത്രയാണ് ജീവിതം. ശാസ്ത്രീയമായി ജീവിതം എന്നത് ശ്വാസം, ഭക്ഷണം, വളർച്ച, പ്രജനനം, പ്രതികരണം, മരണം എന്നിവയുമായി ബന്ധപ്പെട്ട ജീവക ക്രിയകൾ മാത്രം നടക്കുന്ന ഒരവസ്ഥയാണ്. ലളിതമായി പറഞ്ഞാൽ ജീവനുള്ളവൻ വളരും, മാറും, പ്രതികരിക്കും, ഒരിക്കൽ അവസാനിക്കുകയും ചെയ്യും. തത്വചിന്താപരമായി ജീവിതം എന്നത് ചോദ്യങ്ങളും അന്വേഷണ യാത്രയും കൂടി ചേരുന്നതാണ്. പല തത്വചിന്തകരും ജീവിതത്തെ അർത്ഥത്തെ തേടുന്ന യാത്ര എന്ന നിലയിലാണ് കാണുന്നത്. ജീവിതം സന്തോഷവും ദുഃഖവും, വിജയവും പരാജയവും, ജനനവും മരണവും എന്നിവയുടെ സമതുലനം ആണ് എന്നു കാണാം. ആത്മീയമായി ജീവിതം ആത്മാവിൻ്റെ പാഠശാലയാണ്. ഇവിടെ അനുഭവങ്ങൾ നമ്മെ വളർത്തുന്നു, പഠിപ്പിക്കുന്നു, ഉയർത്തുന്നു. ചിലർക്ക് ജീവിതം ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ്, ചിലർക്ക് മറ്റൊരു ജന്മത്തിലേക്കുള്ള തയ്യാറെടുപ്പും ആണ്. വ്യക്തിജീവിതവുമായി ബന്ധിപ്പിച്ചാൽ ജീവിതം ബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ, ഓർമ്മകൾ എന്നിവയിലൂടെ മാനസികവും ആത്മീയവുമായ ഒരു വളർച്ചയാണ് എന്ന് പറയാം. ലളിതമായി പറഞ്ഞാൽ ജീവിതം എന്നത് ജനനം മുതൽ മരണത്തിലേക്കുള്ള കാലയളവ് മാത്രമല്ല, അതിനിടയ്ക്ക് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് പഠിക്കുന്നത് എന്നുള്ളതും കൂടി ആണ്. ജീവിതം ധന്യമായതായി പറയാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിതം ആനന്ദകരമാക്കുക എന്നത് എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്ന് അർത്ഥമില്ല. പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉണ്ടായാലും ജീവിതം ആസ്വദിക്കാനുള്ള മനോഭാവം വളർത്തുക എന്നതാണ് വേണ്ടത്. ജീവിതം ആനന്ദകരമാക്കാൻ ഇന്നിൽ അല്ലെങ്കിൽ പ്രസൻറ്റിൽ ജീവിക്കുക. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നും നാളെ എന്താകും എന്നും ചിന്തിക്കുന്നതിനേക്കാൾ ഇപ്പോഴുള്ള നിമിഷം പൂർണ്ണമായി അനുഭവിക്കുക. ദിവസേന ജീവിതത്തിൽ ലഭിച്ച ചെറിയ കാര്യങ്ങൾ പോലും നന്ദി പറയുക. നന്ദി പറയുന്നവർക്ക് സന്തോഷം വേഗത്തിൽ കിട്ടും. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ഒരു നല്ല മഴ, ഒരു കപ്പ് കാപ്പി, ഒരു ചിരി, ഇതൊക്കെ നമ്മുടെ ദിനം മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളാണെന്നും മനസ്സിലാക്കുക. വലിയ ആഘോഷം മാത്രം കാത്തിരിക്കാതെ ദിവസങ്ങളിലെ ചെറുതായ സന്തോഷങ്ങൾ ആസ്വദിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. ശരീരവും മനസ്സും നല്ല രീതിയിലാണെങ്കിൽ സന്തോഷം സ്വാഭാവികമായി വരും. നല്ല ഭക്ഷണം, മതിയായ ഉറക്കം, വ്യായാമം ഇവ അടിസ്ഥാന കാര്യങ്ങളാണ്. നല്ല ബന്ധങ്ങൾ വളർത്തുക. നെഗറ്റീവ് ആളുകളുമായി അധികം സമയം ചിലവഴിക്കാതിരിക്കുക. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക എന്നിവയൊക്കെ ചെയ്യുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ജോലി, ഉത്തരവാദിത്തങ്ങൾ, അതെ, അവയെല്ലാം വേണം. പക്ഷേ ഹോബികൾക്കും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾക്കും സമയം മാറ്റിവെക്കുക. കാര്യങ്ങളെ വിടാൻ പഠിക്കുക. എല്ലാം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കുക. പഴയ വിരോധങ്ങളും വിഷമങ്ങളും മനസ്സിൽ നിന്ന് ഇറക്കി വിടുക. ആനന്ദകരമായ ജീവിതം ബാഹ്യ സാഹചര്യങ്ങളാൽ മാത്രം ഉണ്ടാകുന്നതല്ല. അത് നമ്മുടെ ചിന്താഗതിയും സമീപനവുമാണ് നിർണ്ണയിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കിയാൽ ജീവിതം ആഘോഷമാക്കാം. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതം ആനന്ദകരമാകേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.